Good morning. Okay, Priya, good morning. Good morning, ma'am. Okay. Good morning, Miss. sir. Okay, good morning. Good morning, sir. Okay, Michelle. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് NABHന്റെ ഡോക്യുമെന്റ്സ് റിക്വയർമെന്റ് വരെയാണ് കേട്ടോ. അതുവരെ വായിച്ചൊക്കെ നോക്കി എല്ലാവരും ക്ലിയർ ആണോ? നമ്മൾ NABHനെ പറ്റിയിട്ട് പഠിച്ചിരുന്നു അല്ലെ? അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ്, NABH, അതിൽ വരുന്ന സ്റ്റാൻഡേർഡുകള്, എത്ര ചാപ്റ്ററുകള്, എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ്സ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളെ വിവിധ കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട് അല്ലെ? ആ കാറ്റഗറി ഒക്കെ നമ്മൾ പറഞ്ഞു. എത്ര കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്? അതൊരു കോർ കാറ്റഗറി, അതുപോലെ കമ്മിറ്റ്മെന്റ് കാറ്റഗറി, അതൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് NABH ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ് ആണ്. അപ്പൊ രണ്ട് റിക്വയർമെന്റുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി. ഒന്നാമത്തെ റിക്വയർമെന്റ് എന്താണ്? മാനുവൽ ആണ് അല്ലെ? ഇതിനെ പറ്റിയുള്ള മാനുവലുകളാണ്. 3 കാര്യങ്ങളാണ്: പേഷ്യന്റിന്റെ സേഫ്റ്റി, അതുപോലെ തന്നെ ക്വാളിറ്റി, പിന്നെ എന്തായിരുന്നു? ഇൻഫെക്ഷൻ കൺട്രോൾ. ഇവ 3ഉമായിട്ടും ബന്ധപ്പെട്ട മാനുവലുകൾ ഒരു ഹോസ്പിറ്റലിൽ നിർബന്ധമാണ് അല്ലെ? ഇത്തരം മാനുവലുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും എന്ത് ചെയ്തിരിക്കണം? റിവൈസ് ചെയ്തിരിക്കണം. ഓക്കെ, അതായത് നമ്മളൊരു അക്രഡിറ്റേഷൻ പ്രോസസ്സിന് വിധേയമാകുമ്പോൾ അതിനൊരു അക്രഡിറ്റേഷന് നമ്മൾ എലിജിബിൾ ആവണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സുകൾ, എന്തൊക്കെ റിക്വയർമെന്റ്സുകളാണ് ഉള്ളത് അത് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ മാനുവൽസ് ആണ് കേട്ടോ. ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ. ഇവ 3ഉമായിട്ടും ബന്ധപ്പെട്ട മാനുവലുകള് നിർബന്ധമാണ്. അത് എല്ലാ വർഷവും എന്ത് ചെയ്തിരിക്കണം? റിവൈസ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞത് കമ്മിറ്റീസ് ആണ് അല്ലെ? 8ഓളം കമ്മിറ്റികൾ നമ്മൾ പറഞ്ഞു. ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കേണ്ട കമ്മിറ്റികൾ ഏതൊക്കെയായിരുന്നു? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി, പിന്നെ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, കോഡ് ബ്ലൂ കമ്മിറ്റി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി, മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി, ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി, ദെൻ ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. ഇത്രയും കമ്മിറ്റികള് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ റിക്വയർമെന്റ് മനസ്സിലായി. ഇനി മൂന്നാമത്തെ തൊട്ടാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നോക്കാം. തേർഡ് വൺ കേട്ടോ. മൂന്നാമത്തെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാല് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അതാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് 32 മാൻഡേറ്റഡ് ബൈ NABH. നിങ്ങൾ അതിന്റെ ഫോർമുലകളൊക്കെ ക്വാളിറ്റി മാനേജ്മെന്റിനകത്ത് പഠിച്ചിരുന്നു അല്ലെ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് 32 എണ്ണമാണ് പഠിക്കാനുള്ളത്. കാരണം NABH നിർബന്ധമാക്കിയിട്ടുള്ള 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, KPI എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നത്. എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് അല്ലെ? ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ്, അത് പെർഫോമൻസ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ അസസ് ചെയ്യാനും പിന്നെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കൂട്ടം സൂചകങ്ങള്, അതിനെയാണ് നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷൻ, നമ്മുടെ ഓർഗനൈസേഷൻ ഹോസ്പിറ്റൽ ആണ് അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് അല്ലെ? ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ട്രാക്ക് ചെയ്യണം, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, അതിനെ മെഷർ ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ഫാക്ടേഴ്സ്, അതിനെയാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കില്ല. കാര്യം എന്താണ്? കീ പെർഫോമൻസ് അത് വെറും ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഡെഫിഷ്യന്റ് ആയിട്ട് കിടക്കുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനും
തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് എന്ത് സഹായിക്കുന്നത്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് സഹായിക്കുന്നത്. അതുപോലെ അതിന്റെ ഇംപ്രൂവ്മെന്റിലേക്കുള്ള പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട് അതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. അതായത് ഒരു പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഏറ്റവും ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണ് അത് തിരിച്ചറിയണം. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടെ പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ ഫോർമുലകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഏതൊക്കെയാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് മാത്രം അവിടെ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ നോക്കാം. 32 എണ്ണം ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? ഇത് നമ്മുടെ NABH നിർബന്ധമാക്കിയിട്ടുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. എത്ര എണ്ണമാണ്? 32 എണ്ണം ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഒന്നാമത്തത് ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്, അഥവാ ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻപേഷ്യൻസ് അല്ലെ. ഇൻഡോർ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപേഷ്യൻസ് ആണ് അല്ലെ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിനെ പ്രാഥമികമായിട്ടുള്ള അവരുടെ അസസ്മെന്റിന് വിലയിരുത്തലിന് എടുക്കുന്ന സമയം, അതാണ് ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു പേഷ്യന്റിന് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ ഡോക്ടർ വരും അല്ലെ. ഡോക്ടർ വന്നിട്ട് അവരുടെ ഇനീഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസും പ്രൈമറി ആയിട്ടുള്ള കുറെ ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളൊക്കെ ഡോക്ടർ നടത്തും. കാരണം എത്രയും പെട്ടെന്ന് ഇനീഷ്യൽ അസസ്മെന്റ് നടത്തി കഴിഞ്ഞാലാണ് എത്രയും പെട്ടെന്ന് അവരുടെ ട്രീറ്റ്മെന്റുകളും മറ്റും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പോ ഇൻ പേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ ഇനീഷ്യൽ അസസ്മെന്റിന് എടുക്കുന്ന സമയം അതൊരു ഇൻഡിക്കേറ്റർ ആണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ക്വാളിറ്റിയുടെ ഒരു കാര്യം കൂടിയാണ് അല്ലെ. അതായത് ഇനീഷ്യൽ അസസ്മെന്റിൽ ഒരുപാട് സമയം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല ക്വാളിറ്റി സർവീസിന്റെ ഭാഗമാണോ? അല്ല. ഇനീഷ്യൽ അസസ്മെന്റ് അധികം സമയം വൈകാതെ എത്രയും പെട്ടെന്ന് ഇനീഷ്യൽ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം അല്ലെ. കാര്യം അത് ചെയ്തതിന് ശേഷമാണ് അവരുടെ മറ്റുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഉടനടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അതാണ് കേട്ടോ ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ, രണ്ടാമത്തത് ടൈം ടേക്കൺ ഫോർ ദ ഡിസ്ചാർജ്. ഡിസ്ചാർജിൽ എടുക്കുന്ന സമയം. ഡിസ്ചാർജിൽ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാല് ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആവുന്നത് തൊട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയുള്ള സമയമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? അതായത് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു, അവർക്ക് നമ്മൾ ട്രീറ്റ്മെന്റുകളും മറ്റും കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ കണ്ടീഷൻ ബെറ്റർ ആവുമ്പോൾ നമ്മുടെ ഡോക്ടർ എന്ത് ചെയ്യും? അവർക്ക് ഡിസ്ചാർജിനായിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഒരു കൺസെന്റ് കൊടുക്കും അല്ലെ. ഇന്ന ദിവസം ഡിസ്ചാർജ് ആവാം എന്നുള്ള കാര്യം ബെറ്റർ ആയി കഴിഞ്ഞാല് അവരെ നമുക്ക് പിന്നെ ഡിസ്ചാർജ് ചെയ്യാം അല്ലെ. അപ്പൊ അതായത് ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജിന് വേണ്ടിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഡോക്ടർ നൽകുന്ന സമയം തൊട്ട് അവർ ആ ഒരു ഹോസ്പിറ്റൽ യൂണിറ്റ് വിടുന്നത് വരെയുള്ള സമയമാണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ അഡ്മിറ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയുള്ള ആ ദിവസങ്ങളുടെ എണ്ണോ അല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് അവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നു, അങ്ങനെ അവരുടെ കണ്ടീഷൻ ബെറ്റർ ആവുന്ന സമയത്ത് ഡോക്ടർ എന്ത് ചെയ്യും? ഡിസ്ചാർജിനായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺസെന്റ് അവർക്ക് കൊടുക്കും. ആ ഒരു സമയം തൊട്ട് ആ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റൽ യൂണിറ്റ് വിടുന്നത് വരെയുള്ള സമയമാണ് എന്ത്? ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. അത് വേറൊരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, മൂന്നാമത് പറയുന്നത് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. എന്താണ് പ്രഷർ അൾസർ എന്ന് പറഞ്ഞാല്? ബെഡ്സോർ എന്ന് നമ്മൾ പറയും കേട്ടോ. പ്രഷർ അൾസർ അഥവാ ബെഡ്സോർ, അതായത് പ്രത്യേകിച്ച് ഹോസ്പിറ്റലുമായിട്ട് ആഫ്റ്റർ അഡ്മിഷന് ശേഷം ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പ്രഷർ അൾസേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പുതിയ കേസുകളുടെ എണ്ണമാണ് ഇൻസിഡൻസ്. ന്യൂ കേസസ് ആണ് കേട്ടോ. പുതിയ കേസുകളുടെ എണ്ണമാണ് മറ്റൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് പറയുന്നത്. അപ്പൊ ആദ്യം എന്താണ് പ്രഷർ അൾസർ അഥവാ ബെഡ്സോർ എന്ന് പറഞ്ഞാല്? അതായത് കൂടുതലും ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, കിടപ്പ് രോഗികള് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട്
കൂടുതൽ സമയം അവര് ബെഡിൽ കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കാം, അവരുടെ സ്കിന്ന് ആ ഒരു ബെഡിൽ അമരുന്നത് മൂലം അല്ലെ ഒരു പ്രഷർ അവിടെ അനുഭവപ്പെടുന്നുണ്ട് അല്ലെ. കാര്യം അത് കൂടുതൽ ലെങ്തി സ്റ്റേ ഒക്കെ വരുമ്പോഴാണ് അത്തരം ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു പേഷ്യന്റിന്റെ സ്കിന്ന് ഈ ഒരു ബെഡിൽ ഇങ്ങനെ അമരുന്നത് മൂലം എന്ത് സംഭവിക്കാം, അവിടെ ഒരു പ്രഷർ അനുഭവപ്പെടുന്നുണ്ട് അല്ലെ. ആ സ്കിന്നിൽ ഒരു പ്രഷർ അനുഭവപ്പെടുകയും ആ സ്കിന്നിന്റെ ഭാഗത്ത് എന്ത് സംഭവിക്കുകയാണ്, ബ്ലഡ് സർക്കുലേഷൻ കുറയും അല്ലെ. അവിടുത്തെ കോശങ്ങളൊക്കെ കാരണം സ്ഥിരമായിട്ട് ഇങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ അവിടെ ആ ഒരു ബെഡിന്റെ സ്കിന്നുമായിട്ടുള്ള ആ ഒരു പ്രഷർ അനുഭവപ്പെടുന്നത് മൂലം ആ സ്കിന്നിന്റെ ഭാഗത്തുള്ള സെല്ലുകൾ അവിടെ നശിക്കുകയും ബ്ലഡ് സർക്കുലേഷൻ അവിടെ കുറയുകയും അവിടെ പൊട്ടാൻ ആരംഭിക്കും അല്ലെ. അവിടുത്തെ സ്കിൻ എന്ത് ചെയ്യും, അവിടെ മുറിവ് അവിടെ മുറിയാൻ തുടങ്ങും. അങ്ങനെ അവിടുന്ന് ബ്ലഡ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പഴുപ്പ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങും. അറിയാലോ, അപ്പൊ ഈ വയസ്സായ ആളുകളൊക്കെ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ അവരുടെ സ്കിൻ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും അല്ലെ. സ്കിന്ന് പൊട്ടാൻ അങ്ങനെയുള്ള പേഷ്യൻസിന് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. അതിനെയാണ് നമ്മൾ പ്രഷർ അൾസർ അഥവാ ബെഡ് സോർ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇന്നിപ്പോ കൂടുതൽ വാട്ടർ ബെഡുകളൊക്കെ വന്നപ്പോ ആ ഒരു പ്രഷർ ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റി, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ പറയുന്നത് അഡ്മിഷന് ശേഷം ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രഷർ അൾസർ അഥവാ ബെഡ് സോർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പുതിയ കേസുകളുടെ എണ്ണമാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ ബെഡ് സോർ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത് നല്ലൊരു ക്വാളിറ്റിയുടെ സൂചനയാണോ? അല്ല, അതെ. മോശം സേവനങ്ങള് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സേഫ്റ്റിക്കൊക്കെ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഇങ്ങനെയുള്ള പ്രഷർ അൾസർ അഥവാ ബെഡ് സോർ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അല്ലെ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ അതാണ് മറ്റൊരു ഇൻഡിക്കേറ്റർ കേട്ടോ, ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. പ്രഷർ അൾസർ എന്താണ്, ബെഡ് സോർ എന്താണെന്ന് ഉള്ളത് മനസ്സിലായല്ലോ, പഠിച്ചിട്ടുണ്ട് അല്ലെ ക്വാളിറ്റി മാനേജ്മെന്റിനുണ്ട്. ഓക്കെ, അടുത്തതാണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻസ്. 1000 ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുന്നതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണമാണ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നതിനകത്ത് എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഫിസിക്കൽ ആയിട്ടുള്ള എക്സാമിനേഷൻസ്, റേഡിയോളജിക്കൽ ടെസ്റ്റുകൾ, ലബോറട്ടറി ടെസ്റ്റുകൾ, ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് തന്നെയാണ് അല്ലെ. അങ്ങനെ 1000 ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുന്നതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണം. ഓക്കെ, ഇതാണ് പറയുന്നത്. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇത്തരം ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഹോസ്പിറ്റൽ സേവനങ്ങളുടെ ക്വാളിറ്റി, പേഷ്യന്റിന്റെ സേഫ്റ്റിയും അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. മോക്ക് ഡ്രിൽസുകളിൽ ഒബ്സർവ് ചെയ്യപ്പെടുന്ന വ്യതിയാനങ്ങളുടെ വാരിയേഷൻസുകളുടെ എണ്ണം. മോക്ക് ഡ്രിൽ എന്താണുള്ളത് നിങ്ങൾക്ക് അറിയാലോ, അതൊരു പ്രിപ്പയർഡ്നെസ് ടെസ്റ്റ് ആണ് അല്ലെ. മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഡിസാസ്റ്ററോ അല്ലെങ്കിൽ പാൻഡമിക്സോ അങ്ങനെ എന്തെങ്കിലും ഒരു എന്താണ് ക്രൂഷ്യൽ സിറ്റുവേഷനിലൊക്കെ വരുമ്പോ അത്തരം സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രിപ്പയർഡ്നെസ് ടെസ്റ്റ് ആണ് ഇത് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ മോക്ക് ഡ്രില്ലുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മോക്ക് ഡ്രില്ലുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു ഓടിപ്പോയൊരു മോക്ക് ഡ്രില്ല് നമ്മൾ കണ്ടക്ട് ചെയ്യില്ല, അത് പ്രീ പ്ലാൻഡ് ആണ്. അതായത് നമ്മളൊരു മോക്ക് ഡ്രില്ല് നടത്തുന്നത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിനനുസരിച്ചിട്ടാണ് നമ്മൾ മോക്ക് ഡ്രില്ലുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ, അത് പ്രാക്ടിക്കലി നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ വരുന്ന വാരിയേഷൻസുകളുടെ എണ്ണം, അതാണ് അവിടെ പറയുന്നത് നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. അപ്പൊ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ഒരു മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അതായത് ഒരു ഫയർ വരുമ്പോ, ഒരു ഫയർ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു മോക്ക് ഡ്രിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ടക്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ അത് നടത്തുന്നത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാല് സ്വിച്ച് ഓൺ ചെയ്യുന്നു, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അലാറത്തിൽ നിന്ന് അപ്പൊ തന്നെ അലാറത്തിൽ നിന്ന് സൗണ്ട് വരുന്നു. ഓൺ ദ സ്പോട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നത് അലാറത്തിന്റെ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുന്നു, ഓൺ ദ സ്പോട്ടിൽ തന്നെ അവിടെ നിന്ന് സൗണ്ട് വരുന്നു. ആ സൗണ്ട് കേട്ട ഉടനെ വിത്തിൻ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്തിട്ട് പുറത്തോട്ട് വരുന്നു. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് വിചാരിക്കാം. ഞാൻ എക്സാമ്പിളിന് വേണ്ടി പറയാണ്. പക്ഷെ നമ്മൾ ഈ മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്തപ്പോ സ്വിച്ച് ഓൺ ചെയ്തപ്പോ എന്ത് ചെയ്തില്ല, അലാറത്തിൽ നിന്ന് ഉടനടി സൗണ്ട് വന്നില്ല. ഒരു 3 സെക്കൻഡ്സ് അല്ലെങ്കിൽ 3 സെക്കൻഡ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാണ് സൗണ്ട് വന്നത്. അതുപോലെ 10 മിനിറ്റ്സിനുള്ളിൽ ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ഇത് കണ്ടക്ട് ചെയ്ത് വന്നപ്പോൾ 10 എന്നുള്ളത് ഒരു 5 മിനിറ്റ്സും കൂടെ
കൂടി അല്ലെ 15 മിനിറ്റ്സ് കൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്തത് ഇവാക്യുവേറ്റ് ചെയ്ത് പുറത്തോട്ട് വന്നത്. അപ്പൊ അവിടെ ചെറിയൊരു വാരിയേഷൻ വന്നില്ലേ അല്ലെ? നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൽ നിന്നും നമ്മൾ കണ്ടക്ട് ചെയ്തപ്പോൾ അതിൽ കുറച്ച് വാരിയേഷൻസുകൾ വന്നു. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. മോക്ക് ഡ്രിൽസുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ ഒബ്സർവ് ചെയ്യപ്പെടുന്ന വാരിയേഷൻസുകളുടെ എണ്ണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി നെക്സ്റ്റ് വരുന്നതാണ് പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ ദി സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളില് കൃത്യമായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നവരുടെ എണ്ണമല്ല ശതമാനമാണ് കേട്ടോ. പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. ഡയഗ്നോസ്റ്റിക്സ് വിഭാഗം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ലബോറട്ടറി, ഇതൊക്കെയാണ് നമ്മുടെ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, ലബോറട്ടറി അല്ലെ, ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുമ്പോഴേക്ക് എടുക്കേണ്ട സ്റ്റാഫുകൾ എടുക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസിനെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളില് ശരിയായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നവരുടെ ശതമാനം. എല്ലാവരും സേഫ്റ്റി പ്രിക്കോഷൻസ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്ന നിർബന്ധമില്ലല്ലോ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഫോളോ ചെയ്തിട്ടുള്ള സ്റ്റാഫുകളുടെ ശതമാനം. ഓക്കെ, അതാണ് മറ്റൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് പറയുന്നത്. അടുത്തത് എന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ്. അതായത് എറർ പ്രോൺ അബ്രീവിയേഷൻസുകൾ ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എറർ പ്രോൺ ആയിട്ടുള്ള അബ്രീവിയേഷൻസ്, അതായത് നമുക്ക് തെറ്റുകൾ വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉള്ള, മിസ് ഇന്റർപ്രറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള അബ്രീവിയേഷൻസ് ഉപയോഗിക്കുന്ന മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനമാണ്. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ സാധാരണ നമ്മൾ മരുന്നുകളുടെ ഇതൊക്കെ പറയുമ്പോൾ ഇത്ര മില്ലിഗ്രാം എന്നാണ് നമ്മൾ പറയാം. മില്ലിഗ്രാം അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ പറയുക. മില്ലിഗ്രാം നമ്മൾ സാധാരണ എങ്ങനെയാ നൊട്ടേറ്റ് ചെയ്യുന്നത്? സ്മോൾ എമ്മും സ്മോൾ ജിയും വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. നിങ്ങൾ ടെർമിനോളജിയിലൊക്കെ കണ്ടിട്ടില്ല, ഇത്ര മില്ലിഗ്രാം അല്ലെ. സ്മോൾ എമ്മും സ്മോൾ ജി ആണ്. ഈ സ്മോൾ എം എന്നുള്ളത് ക്യാപിറ്റൽ എം ആയി വിചാരിക്കാം. അതെന്തായി? മെഗാഗ്രാം ആയി മാറി അല്ലെ. ഒരു മില്ലിഗ്രാം എന്ന് പറയുന്നതും മെഗാഗ്രാം എന്ന് പറയുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോഴോ അല്ലെങ്കിലൊക്കെ ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗിലൊക്കെ ഒരു ചെറിയൊരു വാരിയേഷൻ കാരണം കൊണ്ട് എററുകൾ വരാം അല്ലെ. ഇപ്പൊ മില്ലിഗ്രാം എന്നുള്ളത് സ്മോൾ എം ചിലപ്പോൾ ഒരു ക്യാപിറ്റൽ എം ആയി, അല്ലെങ്കിൽ നമ്മൾ സ്മോൾ എം ആയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, നമ്മൾ വായിച്ചു തന്നപ്പോ അത് ക്യാപിറ്റൽ എം ആയിട്ട് വായിച്ചത് മെഗാഗ്രാം ആയിട്ട് മാറി അല്ലെ. അതുപോലെ തന്നെയാണ് QD, QID എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള അബ്രീവിയേഷൻസ്. QD എന്ന് പറഞ്ഞാൽ ഡെയിലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. QID എന്ന് പറയുമ്പോൾ 4 times ഡെയിലി എന്നുള്ള അർത്ഥമാണ്. ദിവസത്തിൽ ഒരു പ്രാവശ്യം എന്ന് പറയുന്നതും ദിവസത്തിൽ 4 പ്രാവശ്യം എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ. അത്തരത്തില് എറർ പ്രൊൺ ആയിട്ടുള്ള, എറർ വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വായിക്കുമ്പോഴോ മനസ്സിലാക്കുമ്പോഴൊക്കെ കൺഫ്യൂസ്ഡ് ആവുന്ന, മിസ് ഇന്റർപ്രറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള അത്തരം അബ്രീവിയേഷൻസുകൾ ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. ഓക്കെ, കാര്യം എറർ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന അത്തരത്തിലുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻസ്. അതായത് അൺഫേവറബിൾ ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഇൻപേഷ്യൻസുകളുടെ ശതമാനം. അതായത് നമ്മൾ ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നോർമൽ ഡോസിൽ തന്നെ കേട്ടോ, നോർമൽ ഡോസിൽ തന്നെ മരുന്നുകൾ എടുത്തിട്ട് ഇൻപേഷ്യൻസ് ആണ്, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിൽ നോർമൽ ഡോസിൽ തന്നെ അവർ മരുന്നുകൾ എടുത്തിട്ട് അഡ്വേഴ്സ് ആയിട്ടുള്ള, പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും റിയാക്ഷൻസുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻപേഷ്യൻസുകളുടെ ശതമാനം. അത് പ്രത്യേകം നമ്മൾ പറയണം, നോർമൽ ഡോസിൽ എടുത്തിട്ടാണെന്ന്. കാര്യം നമ്മൾ നോർമൽ ഡോസ് എടുക്കാൻ നമ്മൾ മരുന്ന് ഒരു നേരം കഴിക്കേണ്ട മരുന്ന് ഒരു 3-4 പ്രാവശ്യം അറിയാതെ കഴിച്ചു കഴിഞ്ഞാൽ അത് ഓവർ ഡോസ് ആയി മാറും. അല്ലെങ്കിൽ ഒരെണ്ണം കഴിക്കുന്നതിനോടത്ത് ഒരു 2 എണ്ണം കഴിച്ചത് ഓവർ ഡോസ് ആയി മാറും. ഓവർ ഡോസ് ആകുമ്പോൾ നോർമലി എന്ത് വരും? ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് നോർമൽ ഡോസിൽ തന്നെ നമ്മൾ മരുന്നുകൾ എടുക്കുമ്പോൾ അങ്ങനെ ഈ പറയുന്ന പ്രതികൂലമായിട്ട് അൺഫേവറബിൾ ആയിട്ട് റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ള ഇൻപേഷ്യൻസുകളുടെ ശതമാനം. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ
ഡ്രഗ് റിയാക്ഷൻ. ഓക്കെ, അടുത്തത് എന്താണ്? പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT, അതായത് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് അൺപ്ലാൻഡ് ആയിട്ട് തിരിച്ചു പോകേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. തിരിച്ചു പോകേണ്ടി വരാന്ന് പറയുന്നത് നല്ല സൂചനയാണോ? അല്ല. ആഫ്റ്റർ സർജറിക്ക് ആദ്യം പ്രൈമറി സർജറി കഴിഞ്ഞു, സർജറിക്ക് ശേഷം എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുന്നു, അല്ലെങ്കിൽ സർജറിയിൽ എന്തെങ്കിലും പാകപ്പിഴകളൊക്കെ വരുമ്പോൾ വീണ്ടും ഇതേ രോഗിയെ ഒരു റീസർജറിക്ക് വേണ്ടിയിട്ട് അല്ലെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ചിലപ്പോൾ വീണ്ടും നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് അവരെ പ്രവേശിപ്പിക്കേണ്ടതായിട്ട് വരുന്നു, അല്ലെ? അങ്ങനെ അതൊക്കെ റയറാണ്. അങ്ങനെ വന്നിട്ടുള്ള കേസുകളുടെ അൺപ്ലാനഡ് ആയിട്ട് തിരിച്ചു പോകേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം. ഓക്കെ, പിന്നെ ഇതിലൂടെയൊക്കെ നമുക്ക് ആ ക്വാളിറ്റിയും പേഷ്യന്റ് സേഫ്റ്റിയും അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ? പിന്നെ വരുന്നത് എന്താണ്? പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് ആണ് കേട്ടോ. എന്താണ് നിയർ മിസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് നമ്മള് ഈ ഒരു രോഗി പരിചരണങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില പെശകുകള്, ചില പിഴവുകള്, അതൊക്കെയാണ് നിയർ മിസ്സസ് എന്ന് പറയുന്നത്. പക്ഷെ അത്തരം മിസ്സസ് രോഗിക്ക് ഒരിക്കലും എന്തുണ്ടാക്കുന്നില്ല? ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അതാണ് നിയർ മിസ്സസ് എന്ന് പറയുന്നത്. നമ്മൾ നിയർ മിസ് ആണെന്ന് പറയും, അല്ലെ? തലനാരിഴയ്ക്ക് രക്ഷപ്പെടുക എന്നൊക്കെ പറയില്ല. അതായത് സംഭവിക്കാൻ സാധ്യതയുള്ള അപകടമായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം, എന്തെങ്കിലും പെശകുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. ഫോർച്ചുനേറ്റ്ലി അത് രോഗിയെ എന്ത് ചെയ്യുന്നില്ല? ബാധിക്കുന്നില്ല. അങ്ങനെയുള്ള സംഭവങ്ങളെയാണ് നമ്മൾ നിയർ മിസ്സസ് എന്ന് പറയുന്നത് കേട്ടോ. സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടമായിരുന്നു, പക്ഷെ സംഭവിച്ചില്ല, ഫോർച്ചുനേറ്റ്ലി അവിടെ സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള കേസുകളെയാണ് നമ്മൾ നിയർ മിസ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തില് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് കേസുകളുടെ ശതമാനം. ഓക്കെ, അടുത്തത് എന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. അതായത് നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പഠിച്ചതാണല്ലോ. അപ്പൊ മെഡിക്കൽ റെക്കോർഡിൽ നമ്മൾ പഠിച്ചിരുന്നു പ്രോപ്പർ ആയിട്ടുള്ള കൺസെന്റ് ഉണ്ടായിരിക്കണം. അതുപോലെ മെഡിക്കൽ റെക്കോർഡുകൾ 30 ദിവസത്തിനുള്ളിൽ എപ്പോഴും കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെ? ഡിസ്ചാർജിന് മുമ്പേ തന്നെ കംപ്ലീറ്റ് ആയിരിക്കണം. അല്ലാത്ത പക്ഷം 30 ദിവസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും ഒരു മെഡിക്കൽ റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്, ഒരു പ്രോപ്പർ കൺസെന്റ് ഇല്ലാത്തതും അതുപോലെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളതുമായ, അല്ലെ, പൂർണ്ണമല്ലാത്തതുമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്, അല്ലെ? അതായത് പ്രോപ്പർ കൺസെന്റ് ഇല്ലാത്തതും അതുപോലെ ഇംപെർഫെക്റ്റ്, ദാറ്റ് മീൻസ് കംപ്ലീറ്റ് അല്ലാത്തതുമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ശതമാനം. ഓക്കെ, ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത് മൂലം ഉണ്ടാകുന്ന ചില പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻസ്. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ടത് അതാണ്. അതായത് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ചില റിയാക്ഷൻസുകൾ, അതും അഡ്വേഴ്സ് ആയിട്ടുള്ള, അതായത് പ്രതികൂലമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഹോസ്റ്റൈൽ, ദാറ്റ് മീൻസ് ഡേഞ്ചറസ് ആയിട്ടുള്ള അത്തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ മൈൽഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് തൊട്ട് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള റിയാക്ഷൻസ് വരെ സംഭവിക്കാറുണ്ട്. ഇവിടെ പറയുന്നത് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, അത്തരത്തില് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുകളുടെ ശതമാനം. ഓക്കെ, അതിപ്പോ മൈൽഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് തൊട്ട് ചിലപ്പോൾ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള റിയാക്ഷൻസ് വരെ സംഭവിച്ചേക്കാം. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള കേസുകൾ എത്രത്തോളം ഉണ്ട്, അതിന്റെ ശതമാനം. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? പെർസെന്റേജ് ഓഫ് കേസസ് who received suitable prophylactic antibiotics within the specified time frame. എന്താണ് പ്രോഫൈലാക്സിസ് അല്ലെങ്കിൽ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രതിരോധത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളാണ്. പ്രോഫൈലാക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരോധമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് നമ്മൾ ഒരു സ്പെസിഫൈഡ് ടൈം ഫ്രെയിമില് ഒരു സ്യൂട്ടബിൾ ആയിട്ട് പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ്, അതായത് പ്രതിരോധ മരുന്നുകൾ എടുത്തിട്ടുള്ള റിസീവ് ചെയ്തിട്ടുള്ള കേസുകളുടെ ശതമാനം. പ്രത്യേകിച്ച് നമ്മൾ സർജറി ഒക്കെ കഴിയുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ. അപ്പൊ ചില പേഷ്യൻസ് വളരെ ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ സർജറിക്ക് ശേഷം റിസ്ക് വരാൻ ചാൻസ് ഉള്ള പേഷ്യൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മളത് മുൻകൂട്ടി കണക്കാക്കിയിട്ട് അവർക്ക് എന്ത് കൊടുക്കും? പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് കൊടുക്കാറുണ്ട്. അതായത് സർജറിക്ക് ശേഷം
വരാവുന്ന ആ ഒരു ഇൻഫെക്ഷൻ, ആ ഒരു ഇൻഫെക്ഷൻ തടയുന്നതിന് വേണ്ടിയിട്ട്, അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പ്രോഫൈലാക്റ്റിക്സ്, ആന്റിബയോട്ടിക്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് ടൈം ഫ്രെയിമിൽ, നിശ്ചിത സമയപരിധിയിൽ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പ്രോഫൈലാക്റ്റിക് ആന്റിബയോട്ടിക്സ് റിസീവ് ചെയ്തിട്ടുള്ള കേസുകളുടെ ശതമാനം, പ്രത്യേകിച്ച് പേഷ്യൻസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പേഷ്യൻസുകൾ അവര് പ്രതിരോധ മരുന്നുകളൊക്കെ എടുത്തിട്ടുള്ള അത്തരം കേസുകളുടെ ശതമാനം. പിന്നെന്താണ്? പെർസെന്റേജ് ഓഫ് സർജറീസ് where the organization's procedure to prevent hostile events like wrong site, wrong patient and wrong surgery have been adhered to. അടുത്തത് പറയുന്നത് പെർസെന്റേജ് ഓഫ് സർജറീസ്, അതായത് നമ്മളിപ്പോ സർജറികളൊക്കെ നടക്കുമ്പോൾ പലതും നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടിട്ടുണ്ട്. തെറ്റായ സർജറിയിൽ പ്രശ്നങ്ങൾ വരാം, സർജറി ചെയ്യേണ്ടിടത്തുനിന്ന് മാറി വേറെ ഏതെങ്കിലും സ്ഥലത്ത് സർജറി ചെയ്യാം, ഇങ്ങനെയൊക്കെ ആള് മാറി സർജറി ചെയ്യാം, ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തില് റോങ് സൈറ്റില് അല്ലെങ്കിൽ റോങ് പേഷ്യന്റ്, തെറ്റായ ഒരു രോഗിയില് റോങ് സർജറി, തെറ്റായ രീതിയിൽ സർജറി ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ചില ഹോസ്റ്റൈൽ ഇവന്റ്സുകള്, അതായത് അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ചില സംഭവങ്ങള് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ കൃത്യമായിട്ടുള്ളൊരു പ്രൊസീജിയർ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് വളരെ സേഫ് ആയിട്ടുള്ള രീതിയിൽ സർജറികൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ ശരിയായ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അവര് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു പ്രൊസീജിയറുകൾ പ്രോപ്പർ ആയിട്ട് പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ ശതമാനമാണ്. എല്ലാവരും ആ ഒരു പ്രൊസീജിയർ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്നത് നിർബന്ധമില്ല അല്ലെ. അപ്പൊ ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ ഒരു റൂൾ അങ്ങനെയാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു പ്രൊസീജിയർ, ഓർഗനൈസേഷൻ അങ്ങനെ ഒരു പ്രൊസീജിയർ പ്രോപ്പർ ആയിട്ട് പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ ശതമാനം. ഓക്കെ, പിന്നെന്താണ്? മെഡിക്കേഷൻ എറർ റേറ്റ് കേട്ടോ. മെഡിക്കേഷൻ എറർ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? മരുന്നുകളിൽ ഉണ്ടായിട്ടുള്ള എററുകളുടെ നിരക്ക്. ഈ മെഡിക്കേഷൻ എറർ റേറ്റ് എന്ന് പറഞ്ഞാല് അത് ആരിൽ നിന്ന് വേണമെങ്കിലും സംഭവിക്കാം കേട്ടോ. ഒരു പക്ഷെ ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്ന് സംഭവിക്കാം, ഒരു ഫാർമസിസ്റ്റിന്റെ കയ്യിൽ നിന്ന് സംഭവിക്കാം, ഈവൻ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് വരെ സംഭവിക്കാം മെഡിക്കേഷൻ എറർ. ഇപ്പൊ ഡോക്ടർ ചിലപ്പോൾ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റി എഴുതി കഴിഞ്ഞാൽ അവിടെ മെഡിക്കേഷൻ എറർ വന്നു. ഇനിയിപ്പോ ഡോക്ടർ ശരിയായിട്ട് എഴുതി, പക്ഷെ ഫാർമസിയിൽ മരുന്ന് എടുത്ത് വരുന്ന സമയത്ത് ഫാർമസിസ്റ്റിന് മരുന്ന് മാറിപ്പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോസ് മാറിപ്പോയി, അവിടെ മെഡിക്കേഷൻ എറർ സംഭവിക്കാം. ഇനി അതും അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് തന്നെത്താൻ മരുന്നെടുത്ത് കഴിക്കുന്ന ഒരു പേഷ്യന്റ് ചിലപ്പോൾ തെറ്റായിട്ടുള്ള രീതിയിൽ മരുന്നെടുത്ത് കഴിച്ചാലും അവിടെ എന്താണ്? അതിനൊക്കെ നമുക്ക് മെഡിക്കേഷൻ എറർ എന്ന് പറയാം കേട്ടോ. അപ്പൊ ആരിൽ നിന്ന് വേണമെങ്കിലും എന്ത് സംഭവിക്കാം? മെഡിക്കേഷൻ എറർ ഉണ്ടാക്കാം. അപ്പൊ അത്തരത്തിലുള്ള മെഡിക്കേഷൻ എററുകളുടെ നിരക്ക്, ഓക്കെ, റേറ്റ്. പിന്നെന്താണ്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസിന്റെ റേറ്റ്. ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം സർജിക്കൽ സൈറ്റിലെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള കേസുകളുടെ ആ ഒരു നിരക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? സ്റ്റാൻഡർഡൈസ്ഡ് സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെത്ത് റേറ്റ് ആണ് കേട്ടോ. ICUവിൽ ഉണ്ടായിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ആണ് കേട്ടോ. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU കേട്ടോ. ICUവിലുള്ള സ്റ്റാൻഡേർഡ് മരണനിരക്കാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ നിരക്ക്. പിന്നെന്താണ്? റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് within 72 hours with similar presenting complaints. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അൺപ്ലാനഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സംഭവമാണ്. അതായത് എമർജൻസിയിലുള്ള പേഷ്യൻസിനെ നമ്മൾ എവിടേക്കാണ് കൊണ്ടുവരുന്നത്? കാഷ്വാലിറ്റി അഥവാ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് അല്ലെ. അങ്ങനെ സിമിലർ പ്രശ്നങ്ങളുമായിട്ട് 72 മണിക്കൂറിനുള്ളില് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് തിരിച്ചു വന്നിട്ടുള്ള കേസുകളുടെ എണ്ണം. ഇപ്പൊ ഒരു പേഷ്യന്റ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് ഒരു കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന ഒരു പേഷ്യന്റ്, നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന പേഷ്യന്റ് നമ്മൾ കുറെ പ്രൈമറി ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തും അല്ലെ. അവരുടെ കണ്ടീഷൻ നമ്മളൊന്ന് സ്റ്റേബിൾ ആക്കും. അങ്ങനെ പ്രൈമറി ട്രീറ്റ്മെന്റും മറ്റുമൊക്കെ കൊടുത്ത് അവരുടെ കണ്ടീഷൻ സ്റ്റേബിൾ ആയിരിക്കട്ടെ, നമ്മൾ അവരെ ഡിസ്ചാർജ് ചെയ്ത് വിടുകയാണ്. പക്ഷെ അതേ രോഗി തന്നെ ഒരു 72 മണിക്കൂറിനുള്ളിൽ
അതേ സെയിം പ്രശ്നങ്ങളുമായിട്ട് വീണ്ടും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് തിരിച്ചു വരികയാണ്. അത്തരം കേസുകളുടെ ശതമാനം അതൊരു നല്ല സൂചനയാണോ? അല്ല. കാര്യം എന്തായിരിക്കും, ആദ്യം വന്ന സമയത്ത് അവർക്ക് കൊടുത്തിട്ടുള്ള പ്രൈമറി ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രോപ്പർ ഡയഗ്നോസിസ് അവിടെ നടത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അതേ പ്രശ്നങ്ങളായിട്ട് വീണ്ടും രോഗിക്ക് തിരിച്ചു വരേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ വന്നിട്ടുള്ള കേസുകളുടെ എണ്ണം ഓക്കെ അതാണ് ഇവിടെ നോക്കുന്നത്. അടുത്തത് ഏതാണ്? കത്തീറ്റർ റിലേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് അല്ലെ. കത്തീറ്റർ റിലേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. കത്തീറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ നിരക്ക്. ഓക്കെ. അടുത്തത് എന്താണ്? വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ്. വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ന്യൂമോണിയ നിരക്ക്. ഇപ്പൊ വെന്റിലേറ്ററിലുള്ള പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് സ്വയം ശ്വസിക്കാനായിട്ട് പറ്റില്ല അല്ലെ. അവർക്ക് എന്താണ്, കൃത്രിമമായിട്ടുള്ള രീതിയിലാണ് അവർക്ക് ശ്വാസം മറ്റും കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ലങ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ് അല്ലെ. അപ്പൊ അതാണ് ന്യൂമോണിയ പോലെയുള്ളത്. അപ്പൊ അതാണ് വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ് കേട്ടോ. വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂമോണിയയുടെ നിരക്ക്. അടുത്തത് എന്താണ്? സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തീറ്റർ തന്നെയാണ് കേട്ടോ. കത്തീറ്റർ പ്ലേസ്ഡ് ഇൻ ദ ലാർജ് വെയിൻ, യൂഷ്വലി ഇൻ ദ നെക്ക് ഓർ ചെസ്റ്റ് ഏരിയ. അതായത് നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തൊക്കെ നമ്മൾ ഒരു ലാർജ് വെയിനിലോട്ട്, വലിയ വെയിനിലോട്ട്, മെയിൻ വെയിനിലോട്ടൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ആ ട്യൂബ് ഉണ്ടല്ലോ, കത്തീറ്റർ തന്നെയാണ് സെൻട്രൽ ലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സെൻട്രൽ ലൈനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള എക്സ്ട്രീം അണുബാധ, രക്തത്തിലുള്ള അണുബാധയുടെ നിരക്ക്. നമ്മൾ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞില്ലേ, കത്തീറ്ററുകളൊക്കെ കയറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലൂടെയൊക്കെ അണുബാധ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അപ്പൊ അത്തരത്തില് സെൻട്രൽ ലൈൻ റിലേറ്റഡ് ആയിട്ടുണ്ടായിട്ടുള്ള ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് ആണ് കേട്ടോ, രക്തത്തിലെ അണുബാധയുടെ നിരക്ക്. ഓക്കെ. അടുത്തത് എന്താണ്? ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. അതാണ് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. കൈ ശുചിത്വം പാലിക്കുന്നതിന്റെ നിരക്ക്. കൈ ശുചിത്വം പാലിക്കാം, നമ്മൾ അതും പഠിച്ചതാണ് അല്ലെ. ഒരു ഹാൻഡ് ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കുറെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ. അതിന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഹാൻഡ് ഹൈജീൻ പ്രോപ്പർ ആയിട്ട് പാലിക്കുന്നതിന്റെ നിരക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും ഹാൻഡ് ഹൈജീൻ പ്രോപ്പർ ആയിട്ട് പാലിക്കണമെന്നില്ല. ഇപ്പൊ ഒരു സ്റ്റാഫിനെ സംബന്ധിച്ച് ഒരു സ്റ്റാഫുകള് പേഷ്യൻസിനെ കോൺടാക്ട് ചെയ്യുന്നതിന് മുൻപായാലും ശേഷമായാലും കൃത്യമായിട്ട് ഹാൻഡ് ഹൈജീൻ പാലിക്കണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഹാൻഡ് ഹൈജീൻ പ്രോപ്പർ ആയിട്ട് പാലിക്കുന്നതിന്റെ നിരക്ക്. ഓക്കെ. പിന്നെന്താണ്? പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. റീഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ള സർജറികളുടെ ശതമാനം. ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് സർജറി നടത്തണം എന്നുള്ളത് ഒരു പ്രീ പ്ലാനഡ് ആണ്. പക്ഷെ അവിടെ നിന്നും ഡേറ്റ് മാറുമ്പോൾ ഡോക്ടറുടെ എന്തെങ്കിലും ഇൻകൺവീനിയൻസ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ എന്തെങ്കിലും ഇൻസ്റ്റെബിലിറ്റി ഒക്കെ കാരണം കൊണ്ട് പക്ഷെ സർജറി നമുക്ക് പോസ്റ്റ് പോൺ ചെയ്യേണ്ടി വന്നേക്കാം, ചിലത് പ്രീപോൺ ചെയ്യേണ്ടി വന്നേക്കാം അല്ലെ. അപ്പൊ അങ്ങനെ ഈ പറയുന്ന പോലെ റീഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ള സർജറികളുടെ ശതമാനം. ഓക്കെ. പിന്നെന്താണ്? ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. ടേൺ അറൌണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ് അല്ലെ. ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു സമയമാണ് ടേൺ അറൌണ്ട് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്, അതായത് ഒരു ബ്ലഡ് ബാങ്കിലോട്ട് ബ്ലഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലഡ് കമ്പോണൻസിന്റെ റിക്വസ്റ്റ് വരുന്ന സമയത്തോട് അത് ഇഷ്യൂ ചെയ്യുന്നത് വരെയുള്ള ഒരു സമയം, അതാണ് അവിടുത്തെ ടേൺ അറൌണ്ട് ടൈം. ഒരു ബ്ലഡ് കമ്പോണന്റ് റിക്വസ്റ്റ് വന്നാൽ ഉടനടി നമുക്ക് അത് എടുത്തു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കുറെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണം അല്ലെ. ഗ്രൂപ്പ് ടെസ്റ്റിംഗ് നോക്കണം, ആർച്ച് ഫാക്ടർ ടെസ്റ്റിംഗ് നോക്കണം, ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി അല്ലെ. കമ്പാറ്റബിലിറ്റി ടെസ്റ്റിങ്ങുകളും ഇൻഫെക്ഷൻ ടെസ്റ്റുകളൊക്കെ നടത്തിയതിന് ശേഷം മാത്രമേ നമുക്കത് ഇഷ്യൂ ചെയ്യാനായിട്ട് ഒക്കുള്ളൂ അല്ലെ. അപ്പൊ അതാണ് അവിടുത്തെ ടേൺ അറൌണ്ട് ടൈം. അതായത് ഒരു ബ്ലഡ് ബാങ്കിലേക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബ്ലഡ് ഓർ ബ്ലഡ് കമ്പോണന്റിനായിട്ടുള്ള റിക്വസ്റ്റ് വരുന്ന സമയം തൊട്ട് അതിന്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് ഇഷ്യൂ ചെയ്യാനായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് വരെയുള്ള ഒരു സമയം, അതാണ് എന്ത് ടേൺ അറൌണ്ട് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് കമ്പോണൻസ്. ഓക്കെ. അടുത്തത് എന്താണ്? നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്. ICU വാർഡുകളിലുമുള്ള നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ.
ICU-ലുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലെ. 1:1 അല്ലെങ്കിൽ 1:2 ആണ്. പൊതുവെ വാർഡുകളിൽ വരുമ്പോൾ 1:6 എന്നുള്ള രീതിയിലൊക്കെയാണ് വരാറുള്ളത് കേട്ടോ. അപ്പൊ ICU വാർഡുകളിലുമുള്ള നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ. അടുത്തത് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എടുക്കുന്ന വെയിറ്റിംഗ് ടൈം, അതായത് ഒരു പേഷ്യന്റ് ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴാണ് അവർ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്തുന്നത്, അവിടെ തൊട്ട് ആ ഒരു രോഗി ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിലേക്ക് കയറി ഡോക്ടർ അതിന്റെ കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള സമയമാണ് വെയിറ്റിംഗ് ടൈം ഫോർ കൺസൾട്ടേഷൻ, ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. ഇതേപോലെ തന്നെ ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിലോട്ട് ഒന്നുകിൽ ഒരു ലാബിലോ അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ടോ വരുന്ന അവിടേക്ക് ആ റിക്വസ്റ്റ് റിസീവ് ചെയ്യുന്നത് മുതൽ അവരുടെ ടെസ്റ്റ് തുടങ്ങുന്നത് വരെ കേട്ടോ, ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള ടെസ്റ്റ് തുടങ്ങുന്നത് വരെയുള്ള ഒരു സമയം, ഇതാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. പിന്നെ വരുന്നത് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ്. സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി മെഡിക്കേഷൻസുകളുടെ നിരക്ക്, അതായത് സ്റ്റോക്ക് ഔട്ട് ആയി കുറച്ച് തീർന്നു പോവാ അല്ലെ, പ്രത്യേകിച്ച് എമർജൻസി മെഡിക്കേഷൻസുകൾ കേട്ടോ. അങ്ങനെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി മെഡിക്കേഷൻസുകളുടെ നിരക്ക്. അടുത്തത് എന്താണ്? പേഷ്യന്റ് ഫാൾ റേറ്റ്. പേഷ്യന്റ് ഫാൾ റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത് പേഷ്യന്റിന്റെ എണ്ണത്തിന് വരുന്ന കുറവെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വീണു പോകുന്ന, വീഴ്ച സംഭവിക്കുന്ന പേഷ്യൻസുകളുടെ നിരക്ക്, അതാണ് പേഷ്യന്റ് ഫാൾ റേറ്റ്. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യന്റ്, അവർ ചിലപ്പോൾ ബെഡിൽ നിന്ന് വീഴുക, അല്ലെങ്കിൽ സ്റ്റെയറിൽ നിന്ന് വീഴുക, ബാത്റൂമിൽ വീഴുക, ഇതൊക്കെ അങ്ങനെയുള്ള വീഴ്ചകളാണ് കേട്ടോ. അത്തരത്തിലുള്ള പേഷ്യന്റ് ഫാൾ റേറ്റ്. ഓക്കെ, അപ്പൊ അതും ഒരു എന്താ പറയാ ക്വാളിറ്റി ഇല്ലായ്മയാണ്. ചിലപ്പോ വേണ്ടത്ര ഫിസിക്കൽ ഫെസിലിറ്റിയിലുള്ള കുറവ് കൊണ്ടായിരിക്കാം, പ്രോപ്പർ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഇല്ലാത്തത് കൊണ്ടാവാം, അതുപോലെ സ്ലിപ്പറി ഫ്ലോറുകൾ ആയതുകൊണ്ടായിരിക്കാം, അല്ല വഴിക്ക് വീഴുന്ന തരത്തിലുള്ള ഫ്ലോറുകളായിരിക്കാം ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഉള്ളത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതൊക്കെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിയുമായിട്ട് പേഷ്യന്റ് സേഫ്റ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലൂടെ മനസ്സിലാക്കാം. പിന്നെ വരുന്നത് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്, അതായത് ഈ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി മൂലം ഉണ്ടാകുന്ന അതായത് നീഡിൽ സ്റ്റിക്ക് മൂലം ഇഞ്ചുറീസ് ഉണ്ടാകുന്ന ന്യൂ കേസസുകളുടെ എണ്ണം. ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ന്യൂ കേസസ് ആണ് കേട്ടോ. സോ ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് കേട്ടോ. നീഡിൽ സ്റ്റിക്ക് മൂലം ഈ പറയുന്ന പോലെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇഞ്ചുറി ഒക്കെ ഉണ്ടായിട്ടുള്ള പുതിയ കേസുകളുടെ എണ്ണം. അതുപോലെ സ്യൂട്ടബിൾ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ച്, ബ്രാക്കറ്റിൽ സെപ്പറേറ്റ് ഫോർ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് കേട്ടോ. ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണം. അതിപ്പോ ഒരു ഡോക്ടർ ആണെങ്കിലും നഴ്സ് ആണെങ്കിലും അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ പ്രോപ്പർ ആയിട്ട് അത് എന്ത് ചെയ്യണം, അടുത്ത ഷിഫ്റ്റിൽ കയറുന്ന ആൾക്ക് പ്രോപ്പർ ആയിട്ട് അത് ഹാൻഡ് ഓവർ ചെയ്യണം. അങ്ങനെ അത് ഡോക്ടേഴ്സിനും നഴ്സസിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെയുണ്ട്. ആ രീതിയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹാൻഡ് ഓവേഴ്സുകളുടെ എണ്ണം, അത് അതിന്റെ നിരക്ക്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. പൊതുവെ മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസുകൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാനായിട്ട്. മരുന്നുകളുടെ പേര് മറ്റും എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാനായിട്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള ക്യാപിറ്റൽ ലെറ്റർ പാലിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസുകളുടെ എണ്ണം. ഇതാണ് അവിടെ പറയുന്നത് കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഓക്കെയാണോ എല്ലാവർക്കും? ഓക്കെ, അപ്പോ ഇത്തരം കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സിന് എലിജിബിൾ ആണെങ്കിൽ ഈ പറയുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. എത്ര കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണുള്ളത്? 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ റിക്വയർമെന്റും അവിടെ അവസാനിക്കുകയാണ്. ആദ്യത്തെ മാനുവല്, രണ്ടാമത്തെ കമ്മിറ്റി, മൂന്നാമത്തത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഇനി അടുത്തത് നമുക്ക് 10 എണ്ണം പറയാനുണ്ട്. നാലാമത്തെ റിക്വയർമെന്റ് എന്താണെന്ന് നോക്കിയേ, സൈനേജ്. സൈനേജ് ദാറ്റ് ഇൻക്ലൂഡ്സ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ബ്രാക്കറ്റിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ബൈലിംഗ്വൽ, അതായത് പേഷ്യന്റിന്റെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, പേഷ്യന്റിന്റെ അവകാശങ്ങള്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് കുറഞ്ഞത് 2 ഭാഷകൾ ബൈലിംഗ്വൽ ആയിട്ടാണ് ഇത് പറഞ്ഞത്. കുറഞ്ഞത് 2 ഭാഷകളിലെങ്കിലും ഹോസ്പിറ്റലിൽ എന്ത് ചെയ്തിരിക്കണം, പ്രദർശിപ്പിച്ചിരിക്കണം. ഓക്കെ, സൈനേജ്
that includes patient rights and responsibility. പേഷ്യന്റിന്റെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റിയും കുറഞ്ഞത് 2 ഭാഷകളിലായിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം, പ്രദർശിപ്പിച്ചിരിക്കണം. അടുത്തത് എന്താണ്? സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്. അതുപോലെ സ്റ്റാഫുകളുടെ ട്രെയിനിങ് റെക്കോർഡ് നിർബന്ധമാണ്. ഓക്കെ, സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ് ഉണ്ടായിരിക്കണം. സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ റെക്കോർഡുകൾ ഉണ്ടായിരിക്കണം. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ പ്രോപ്പർ ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ ചെയ്തിരിക്കണം അല്ലെ. അവര് മറ്റുള്ളവർക്ക് പേഷ്യൻസിന് സർവീസ് കൊടുക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവര് ശരിയായ രീതിയിലുള്ള ഇമ്മ്യൂണൈസേഷൻ അവര് എടുത്തിരിക്കണം അല്ലെ. സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ റെക്കോർഡുകള്. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്, നിയമപരമായിട്ടുള്ള എല്ലാ റിക്വയർമെന്റ്സുകളും അവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻസ്, ബ്ലഡ് ബാങ്ക് സ്റ്റോറേജ് ലൈസൻസ്, അതുപോലെ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോഡിയുടെ ലൈസൻസ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ടുള്ള എന്താ പറയാ ലീഗൽ ആസ്പെക്ടുകൾ, അങ്ങനെ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സുകൾ ഉണ്ട് അല്ലെ. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിക്വയർമെന്റ്സുകൾ അവിടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതുപോലെ ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് once in 6 months. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. once in 6 months. അതായത് ഒരു ഹോസ്പിറ്റലില് വളരെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ ഓഡിറ്റ് അതും 6 മാസത്തിലൊരിക്കല് നിർബന്ധമായിട്ടും നടത്തിയിരിക്കണം. ഒരു ഹോസ്പിറ്റലില് 6 മാസത്തിലൊരിക്കല് ഒരു വൈഡ് ഇന്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്തിരിക്കണം. ഒരു ഇന്റേണൽ ഓഡിറ്റ് അവിടെ നടത്തിയിരിക്കണം. അടുത്തത് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്ട്സ് ഇൻ എ ഇയർ. 2 എന്നുള്ളത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്ട്സ് ഇൻ എ ഇയർ. അതുപോലെ ഒരു വർഷത്തില് കുറഞ്ഞത് 2 ഇംപ്രൂവ്മെന്റ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകൾ അവിടെ നടപ്പിലാക്കിയിരിക്കണം. എത്ര ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകളാണ്? 4 ആണോ? അല്ല. 5 ആണോ? അല്ല. പിന്നെ എത്രയാണ്? 2 ആണ് കേട്ടോ. 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകൾ വർഷത്തിൽ ഒരിക്കൽ അവിടെ നടത്തിയിരിക്കണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ റിക്വയർമെന്റ് എന്താണ്? ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ്. എന്താണ്? ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് which consists of identification, reporting, reviewing and action on incidents. This could consist of a near miss, sentinel event or adverse event. അപ്പൊ ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന ഇൻസിഡൻസുകൾ. ഇൻസിഡന്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പൊ അത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അത്തരം ഇൻസിഡൻസുകൾ ഐഡന്റിഫൈ ചെയ്യുക, അത് റിപ്പോർട്ട് ചെയ്യുക, അതിന് വേണ്ടത് അത് റിവ്യൂ ചെയ്യാം. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ഇൻസിഡന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കാം? ദിസ് കുഡ് കൺസിസ്റ്റ് ഓഫ് എ നിയർ മിസ്, സെന്റിനൽ ഇവന്റ് ഓർ അഡ്വേഴ്സ് ഇവന്റ്. അതായത് ഇൻസിഡന്റ് എന്ന് പറയുമ്പോൾ അതൊരു നിയർ മിസ് ആവാം. നേരത്തെ പറഞ്ഞല്ലോ നിയർ മിസ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടമായിരുന്നു, ഫോർച്ചുനേറ്റ്ലി സംഭവിച്ചില്ല. അതിനുള്ള നിയർ മിസ് കേസുകളാവാം. സെന്റിനൽ ഇവന്റ് ആവാം. സെന്റിനൽ ഇവന്റ് എന്താണ് അടുത്തതിൽ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. സെന്റിനൽ ഇവന്റ് എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളാണ്. ഒരുപക്ഷെ രോഗിയുടെ മരണത്തിനോ അല്ലെങ്കിൽ അവരുടെ ശാരീരികമായിട്ടോ മാനസികമായിട്ടുള്ള മുറിവുകൾക്കൊക്കെ കാരണമായേക്കാവുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇവന്റ്സുകളെയാണ് നമ്മൾ സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ഒന്നുകിൽ രോഗിയുടെ മരണത്തിന് അല്ലെങ്കിൽ രോഗിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളോ മുറിവുകളോ വൈകല്യങ്ങൾക്കോ ഒക്കെ കാരണമാകുന്ന അത്തരം സംഭവങ്ങൾ, അതും അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന സംഭവങ്ങളെയാണ് നമ്മൾ സെന്റിനൽ ഇവന്റ്സ് അഥവാ അഡ്വേഴ്സ് ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഓരോ തരത്തിലുള്ള ഇൻസിഡൻസുകളാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് അതിന്റെ റിവ്യൂ ചെയ്യുന്നത് എല്ലാം ഉൾപ്പെടുന്ന ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് ഒരു ഹോസ്പിറ്റലിന്റെ നിർബന്ധമാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മളിവിടെ പഠിച്ചത് ഒരു NABH ഡോക്യുമെന്റേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സുകളാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. അപ്പൊ 10ഓളം റിക്വയർമെന്റ്സുകൾ ഉണ്ട്. ഫസ്റ്റ് മാനുവല്, രണ്ടാമത്തെ കമ്മിറ്റി, മൂന്നാമത്തെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, നാലാമത്തെ സൈനേജ്, അഞ്ചാമത്തെ സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്, സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ റെക്കോർഡ്, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സുകൾ, അതുപോലെ ഇന്റേണൽ ഓഡിറ്റ് എത്ര തവണയാണ്? 6 മാസത്തിൽ ഒരിക്കലും നടത്തണം കേട്ടോ. എത്ര ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകളാണ് ഒരു വർഷം നടപ്പിലാക്കിയത്? 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റുകളാണ് കേട്ടോ. അപ്പൊ അതൊക്കെ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്?
ഓക്കെ, ചിലർക്ക് ബോറടിക്കുന്നുണ്ട്, ചിലർക്ക് ബോറടിക്കുന്നില്ല അല്ലെ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ചാപ്റ്റർ ആ ഒരു രീതിയിലുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, ഇതുവരെയുള്ള ഭാഗങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ശരിക്കും പറഞ്ഞ മെയിൻ ഭാഗങ്ങൾ കഴിഞ്ഞു കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററോട് കൂടിയിട്ട് മെയിൻ ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് ഈ പഠിച്ച കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് പറയുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പൊ നമ്മൾ 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നമ്മൾ പഠിച്ചു. അതിന് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പൊ മിക്കതും നമ്മൾ ഇവിടെ പഠിച്ച അതേ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഒന്നോ രണ്ടെണ്ണോ മാത്രമാണ് അവിടെ പറയാത്ത ഒന്ന് രണ്ടെണ്ണം ചിലത് കയറി വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ നോട്ട് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് വായിക്കാം. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ അതർവൈസ് കോൾഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിനെ പറയുന്ന പേരാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഇനി എന്താണ് ക്വാളിറ്റി, എന്താണ് ഇൻഡിക്കേറ്റർ എന്നവിടെ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി എന്താന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ക്വാളിറ്റി റെഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ് ടു ദ പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓഫ് സ്റ്റാൻഡേർഡ്സ് അല്ലെ. നമ്മൾ പറഞ്ഞതാണ് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങള് അല്ലെങ്കിൽ മറ്റു പല സ്റ്റാൻഡേർഡുകളിൽ എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്നതിന്റെ അളവ് അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തിയാണ് അതിന്റെ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ഫംഗ്ഷൻ, സിസ്റ്റം ഓർ പ്രോസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു നിശ്ചിത പീരീഡ് ഓഫ് ടൈമില് ഒരു ഫംഗ്ഷൻ, ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന്റെ പെർഫോമൻസ്, ആ പെർഫോമൻസിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ, ആ ഒരു പെർഫോമൻസിന്റെ ഒരു അളവുകോല്, അതിനെയാണ് നമ്മൾ അവിടെ ഇൻഡിക്കേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുറ്റി നമ്മൾ പറഞ്ഞല്ലോ, ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെർഫോമൻസ് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനും അത് അസസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് കോൾഡ് എന്ത്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അഥവാ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഈ പഠിച്ച കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകളെ നമ്മൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് കാറ്റഗറൈസ് ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കുക, അപ്പൊ അവിടെ നിങ്ങൾ നോട്ട് ചെയ്യണം. ചിലപ്പോ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ തന്നിട്ട് ഇതില് ഇന്ന ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഏതാണ്, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്, ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ താഴെ തന്നിരിക്കുന്നവർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ആ രീതിയിലൊക്കെയാണ് അവിടുന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ അത് വായിക്കാം. ഓക്കെ, മനസ്സിലാക്കുക. അപ്പൊ നോക്കാം, ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? ചില ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരേ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ തന്നെ രണ്ടോ അതിൽ കൂടുതലോ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ. ചിലതിൽ എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിൽ വരുന്നത് ഏതൊക്കെയാന്ന് നോക്കിയേ. വീണ്ടും ഞാൻ പറയുന്നില്ല, അവിടെ പഠിച്ചു തന്നെയാണ് കേട്ടോ. ഒന്നാമത്തത് ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഓർ ഇന്റർ പേഷ്യൻസ്. അതെ, ഇൻപേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുക്കുന്ന സമയം. രണ്ടാമത്തത് പെർസെന്റേജ് ഓഫ്, ഇത് നമ്മൾ അവിടെ പറയാത്തൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കാം. പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് കേസസ് ഇൻ വിച്ച് നഴ്സിംഗ് കെയർ പ്ലാൻ ഈസ് ഡോക്യുമെന്റ്. കാര്യം ഇത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ നഴ്സിംഗ് കെയർ പ്ലാൻ ഈസ് ഡോക്യുമെന്റ്, അതായത് ശരിയായ ഒരു നഴ്സിംഗ് കെയർ പ്ലാൻ രേഖപ്പെടുത്തിയിട്ടുള്ള ഇൻപേഷ്യന്റ് കേസുകളുടെ ശതമാനം. നഴ്സിംഗ് കെയർ പ്ലാൻ, അതായത് നഴ്സസ് അവർക്ക് കൊടുക്കുന്ന പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു നഴ്സിംഗ് കെയർ പ്ലാൻ ശരിയായ രീതിയിൽ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഇൻപേഷ്യന്റ് കേസുകളുടെ ശതമാനം. ഓക്കെ, പിന്നെന്താണ്? പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ, മെഡിക്കേഷൻ എററുകളിൽ വരുന്ന ശതമാനം, മെഡിക്കേഷൻ എററുകളുടെ ശതമാനം. ഓക്കെ, പിന്നെന്താണ്? നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ടഡ് ഗാതേർഡ് ആൻഡ് എക്സാമിൻഡ് വിത്തിൻ ദ ഡിഫൈൻഡ് ടൈം ഫ്രെയിം. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും കളക്ട് ചെയ്തതും എക്സാമിൻ ചെയ്തതായിട്ടുള്ള സെന്റിനൽ ഇവന്റുകളുടെ എണ്ണം.
ഇനി എന്താണ് വാട്ട് ഈസ് സെന്റിനൽ ഇവന്റ് ഞാൻ നേരത്തെ എന്താന്ന് പറഞ്ഞു തന്നു. അത് കറക്റ്റ് ആയിട്ട് ഒരു ഡെഫിനേഷൻ ആയിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് സെന്റിനൽ ഇവന്റ്? അണ്ടർലൈൻ ചെയ്യാം. A sentinel event is defined as any unanticipated event in a healthcare setting that results in death or serious physical or psychological injury to a patient or patients not connected with the natural course of the patient's illness. വലിയൊരു സെന്റൻസ് ആണ് കേട്ടോ, ഡെഫിനേഷൻ ആണ്. എന്താണ് സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അൺആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ട് അല്ലെ, അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാവുന്ന ഒരു ഇവന്റ് ആണ്. പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗിൽ ഉണ്ടാവുന്ന അൺആന്റിസിപ്പേറ്റഡ് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് അല്ലെ, ഒരു സംഭവമാണ്. ഈ സംഭവത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒന്നുകിൽ രോഗിയുടെ മരണത്തിന് അല്ലെങ്കിൽ രോഗിക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പരിക്കുകൾ ഏൽക്കുന്നതിന് കാരണമാകുന്നു. ഓക്കെ, അതും പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. നോട്ട് കണക്റ്റഡ് വിത്ത് നാച്ചുറൽ കോഴ്സ് ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ്. അതായത് ഒരു പേഷ്യന്റിന്റെ യഥാർത്ഥ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല, അല്ലാതെ എന്താണ് ഈ പറയുന്ന ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഈവൻ ഡെത്ത് വരെ സംഭവിച്ചേക്കാവുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇവന്റ്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ട് നമ്മളൊരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ല അവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഇദ്ദേഹം ബാത്റൂമിൽ പോയി കഴിഞ്ഞപ്പോ അവിടെ വഴിക്ക് വീണ് അദ്ദേഹത്തിന്റെ തല പൊട്ടുകയാണ് അല്ലെ, ഹെഡ് ഇഞ്ചുറി സംഭവിക്കുകയാണ് അല്ലെ. അപ്പൊ അവിടെ എന്താണ് ശരിക്കും യഥാർത്ഥ പ്രശ്നം അയാളുടെ ചെസ്റ്റ് അല്ലെ, ചെസ്റ്റ് പെയിൻ ആയിട്ട് ബന്ധപ്പെട്ടാണ് അയാൾ ട്രീറ്റ്മെന്റിന് വന്നത്. പക്ഷെ ഇയാൾ അവിടുത്തെ ബാത്റൂമിൽ വഴിക്ക് വീണ് ഇയാളുടെ തല പൊട്ടുകയാണ് അല്ലെ. അതാണ് അവിടെ പറഞ്ഞത്, നോട്ട് കണക്റ്റഡ് വിത്ത് നാച്ചുറൽ കോഴ്സ് ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ്. പേഷ്യന്റിന്റെ യഥാർത്ഥ അസുഖവുമായിട്ട് കണക്റ്റഡ് ആയിട്ടല്ല, അതല്ലാത്ത രീതിയിൽ എന്തെങ്കിലും അതൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന ഇവന്റ്സ് കേട്ടോ. അതങ്ങനെയാണ് നമ്മൾ സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് ആണ്. നിയർ മിസ്സസ് കേസുകളുടെ ശതമാനം. വാട്ട് ഈസ് നിയർ മിസ് എന്നുള്ളത് അവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മൈറ്റ് ഹാവ് ഹാപ്പൻഡ് ബട്ട് നോട്ട് ഹാപ്പൻ. സംഭവിക്കാൻ സാധ്യതയുള്ളതായിരുന്നു, പക്ഷെ എന്താണ് സംഭവിച്ചില്ല, പേഷ്യന്റിന് വേറെ പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടായില്ല. അത്തരം സംഭവങ്ങളെയാണ് നമ്മൾ നിയർ മിസ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മൈറ്റ് ഹാവ് ഹാപ്പൻ ബട്ട് നോട്ട് ഹാപ്പൻ. സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടമായിരുന്നു, ഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല. അത്തരം കേസുകളുടെ ശതമാനം. അടുത്തത് എന്താണ്? പ്രോപ്പർ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ചസ് പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ്. ബ്രാക്കറ്റിൽ ആപ്ലിക്കബിൾ ടു ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. എഗെയിൻ അവിടെ പറഞ്ഞതാണ്, ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സിനും നഴ്സസിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണം കേട്ടോ. പിന്നെന്താണ്? ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്. അത് അവിടെ പറയാത്തൊരു പോയിന്റാണ് കേട്ടോ. ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്. പേഷ്യന്റിനെ തിരിച്ചറിയുന്നതിന് വന്നിട്ടുള്ള എററുകളുടെ അങ്ങനെ വന്നിട്ടുള്ള എറർ കേസുകളുടെ എണ്ണമാണ് കേട്ടോ. ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്. പേഷ്യന്റിന്റെ ഐഡന്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അതിൽ എറർ കേസുകളുടെ എണ്ണം. പിന്നെന്താണ്? അഡ്ഹിയറൻസ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ്. ദാറ്റ് മീൻസ് കൈ ശുചിത്വം പാലിക്കുന്നതിന്റെ ശതമാനം. ലാസ്റ്റ്, നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICUs ആൻഡ് വാർഡ്. ICUവിലും വാർഡുകളിലുമുള്ള നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അവിടെ പറഞ്ഞ അതേ പോയിന്റുകൾ തന്നെയാണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്ത് പറയുന്നു. ഇതിലോട്ട് പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല. പക്ഷെ സെന്റിനൽ ഇവന്റ് എന്താണ്, നിയർ മിസ് എന്താണ്, ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. അടുത്തത് ഏതാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ആണ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, IPD, ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ. ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് അല്ലെങ്കിൽ മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സുകളുമായിട്ടുള്ള എക്സ്പോഷർ മൂലം, കോണ്ടാക്ട് മൂലം ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുള്ള ഇൻപേഷ്യൻസുകളുടെ എണ്ണം. അതായത് നമ്മൾക്കറിയാലോ, ബ്ലഡിലൂടെയൊക്കെ വരുന്ന ബോഡി ഫ്ലൂയിഡ്സിലൂടെയൊക്കെ വരുന്ന അസുഖങ്ങളുണ്ട്. ഹെപ്പറ്റൈറ്റിസ് B, C,
അതുപോലെ HIV അല്ലെ, ഇങ്ങനെ ആ ഒരു ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെ എക്സ്പോഷർ മൂലം കോണ്ടാക്ട് മൂലം ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുള്ള കേസുകളുടെ എണ്ണം, പ്രത്യേകിച്ച് IPD ഇൻപേഷ്യൻ കേസുകളുടെ എണ്ണം, അത് തന്നെ OPD പറയുന്നുണ്ട്, ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷേഴ്സ്. ഓക്കെ, ബോഡി ഫ്ലൂയിഡ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ മൂലം ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുള്ള OPD അതായത് ഔട്ട് പേഷ്യൻസുകളുടെ എണ്ണം, പിന്നെ IPDയുടെ തന്നെ ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. ഇപ്പൊ അറിയാതെ ഇപ്പൊ നീഡിൽ സ്റ്റിക്ക് മൂലം ഇഞ്ചുറി അല്ലെ, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി മൂലം ഇതുപോലെ ഇൻഫെക്ഷൻ ഉണ്ടാവാം അല്ലെ, നീഡിൽ സ്റ്റിക്കിൽ അറിയാതെ എന്തെങ്കിലും ഇഞ്ചുറി, അതുമൂലം ഇഞ്ചുറി സംഭവിച്ച് ബ്ലഡ് വന്ന് അങ്ങനെയും ഇൻഫെക്ഷൻസ് ഉണ്ടാവാം അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് റിലേറ്റഡ് ടു IPD. അത് തന്നെ OPD ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് റിഗാർഡിംഗ് ടു OPD-യുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ സെയിം സംഭവങ്ങള്. പിന്നെ ഇൻസിഡൻസ് ഓഫ് ഫാൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരിക്കലും പേഷ്യന്റിന്റെ എണ്ണത്തിൽ വരുന്ന കുറവല്ല, വീണ് പോകുന്ന, വീഴ്ച സംഭവിക്കുന്ന, വീണ് നല്ല മുറിവ് സംഭവിച്ച അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടായിക്കൂടെ, അതുകൊണ്ട് ഇൻസിഡൻസ് ഓഫ് ഫാൾസ്. ഓക്കെ, പിന്നെ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ, ബ്രാക്കറ്റിൽ ബെഡ് സോർ പെർ IPDയും OPDയും സെയിം തന്നെയാണ് കേട്ടോ. അതായത് ഈ പേഷ്യൻസിന് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ മൂലം ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുള്ള കേസുകൾ ഇൻപേഷ്യൻസിന്റെ എണ്ണം, അതുപോലെ ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ മൂലം ഇൻഫെക്ഷൻസ് ഉണ്ടായ ഔട്ട് പേഷ്യൻസുകളുടെ എണ്ണം, അതുപോലെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചറി മൂലം ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുള്ള ഇൻപേഷ്യൻസുകളുടെ എണ്ണം, അത് തന്നെ ഔട്ട് പേഷ്യൻസുകളുടെ എണ്ണം, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇത്രയും മതി. ഇനി കുറച്ചും കൂടെ പറയാനുണ്ട് കേട്ടോ. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസായിട്ട് പറഞ്ഞു കഴിഞ്ഞാലാണ് ആ ഒരു ചാപ്റ്റർ അവിടെ അവസാനിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഇനിയും നമുക്കൊരു ഒന്നൊന്നര ക്ലാസ് എടുത്താലാണ് ഈ ഒരു ചാപ്റ്റർ നമ്മുടെ ഫിനിഷ് ആവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് മൊഡ്യൂൾ 4ലേക്ക് നമുക്ക് പോകാം. മൊഡ്യൂൾ 4 എനിക്ക് 2 ചാപ്റ്റർ ആണ് കേട്ടോ എടുക്കാനുള്ളത്. ഒന്ന് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും പിന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇത് കഴിഞ്ഞിട്ട് റെസ്പോൺസിബിലിറ്റി എടുക്കാം. കാര്യം ഇൻ കേസ് മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ എടുക്കാം, തീർന്നില്ലെങ്കിൽ നിഷ മിസ്സും കൂടെ ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറഞ്ഞ ഡേറ്റിനുള്ളിൽ തീർക്കണമല്ലോ, പരമാവധി നമുക്ക് വേഗത്തിൽ തന്നെ പോകാം കേട്ടോ. ഓക്കെ, വേഗത്തിൽ പോവാന്ന് വെച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം കേട്ടോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്പീഡിൽ പോവാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവണം, ആ രീതിയിൽ നമുക്ക് പോവാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഒരു സഹകരണം കൂടെ വേണം, ക്ലാസ് എപ്പോഴും ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഒരു ഡൗട്ട്. പൊതുവേ ഉള്ള ഇപ്പൊ പരീക്ഷക്കില്ലേ, പരീക്ഷക്ക് പൊതുവെ ഒരു പാടത്തിൽ നിന്നൊക്കെ എത്ര ക്വസ്റ്റ്യൻസ് വരും? എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയില്ല, എല്ലാ ചാപ്റ്റേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. അവിടെ ഒരു ചാപ്റ്ററിന് ഇത്ര അധികം അങ്ങനെയില്ല, ഒരു ചാപ്റ്ററിന്റെ കണ്ടന്റിന് അനുസരിച്ച് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുതലായിരിക്കും. മനസ്സിലായോ? വലിയ ചാപ്റ്ററുകളാകുമ്പോൾ കൂടുതൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. നഴ്സിംഗ് പോയിന്റില് 4th പോയിന്റ് പറഞ്ഞു തരുമോ? നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റില് 4th പോയിന്റ് പറഞ്ഞു തരുമോ? നമ്പർ ഓഫ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? ഓക്കെ, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ 4ാമത്തെ പോയിന്റ് അല്ലെ, നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്. സെന്റിനൽ ഇവന്റ് എന്താന്നല്ലേ ചോദിച്ചത്? സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത് എന്താണ്? അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഉണ്ടാവുന്ന സംഭവങ്ങളാണ്, അപകടങ്ങളാണ്. അതൊരു പക്ഷേ രോഗിയുടെ മരണത്തിന് കാരണമാവാം, അല്ലെങ്കിൽ രോഗിക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാകുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളെയാണ് നമ്മൾ സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ചെസ്റ്റ് പെയിന് ആയിട്ട് വന്നൊരു പേഷ്യന്റ്, ട്രീറ്റ്മെന്റ് വന്നത് ചെസ്റ്റ് പെയിൻ ആയിട്ടാണ്. ഇയാള് ബാത്റൂമിൽ പോയിട്ട് അവിടെ വഴിക്ക് വീണ് അയാളുടെ ഹെഡിന് ഇഞ്ചുറി സംഭവിക്കുകയാണ്. അതൊരു സെന്റിനൽ ഇവന്റ് അല്ലേ? കാര്യം എന്താണ്? അയാൾ വന്നത് ചെസ്റ്റ് പെയിന് വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ അത് തന്നെ. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അർജുനിന് എന്താണ് ഡൗട്ട്? ചോദിക്കാം. പിന്നെ പാടത്തിന് അല്ല മാം ചോദിക്കുക.
വലിയ പാടത്തിൽ നിന്ന് അപ്പോ ഒരു എത്ര ക്വസ്റ്റ്യൻ വരെ പ്രതീക്ഷിക്കാം? അങ്ങനെ എത്രയെന്ന് പറയാൻ പറ്റില്ല അർജുൻ. ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിക്കുക. അത്യാവശ്യം വലിയ ചാപ്റ്റർ ആകുമ്പോൾ അതിനകത്ത് അത്യാവശ്യം വലിയ കൂടുതൽ കണ്ടന്റ് ഉണ്ടാവും. ഇത്ര എണ്ണം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. അതല്ല ഒരു ഊഹം. ഊഹമൊന്നും പറയാൻ പറ്റില്ല അർജുൻ. ഞാനല്ല ഫൈനൽ എക്സാം നാല് ഇതായിട്ടല്ലേ വരിക? അതെ ഇപ്പൊ തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളും കൂടി ഒന്ന് വരും. അത് കഴിഞ്ഞിട്ട് ഫൈനൽ എക്സാം ഓരോരോ മൊഡ്യൂൾ ആയിട്ടല്ലേ വരിക? അങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ. എക്സാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ക്ലാസ് റൂമിനകത്ത് കിട്ടിത്തരും കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടാവോ ഇല്ലെന്നുള്ളത് നമുക്കറിയില്ല. അതിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് റൂമിനകത്തേക്ക് കിട്ടിത്തരും കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. Thank you, ma'am.